നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ നമ്മൾ കാണുന്ന മാഷിന്റെ വീടിടിച്ച് നിരപ്പാക്കാൻ വേണ്ടിയിട്ട് JCB സ്റ്റാർട്ട് ചെയ്യുക. ഈ സമയത്ത് ജീവൻ പോയാലും വേണ്ടില്ല, JCBയുടെ മുന്നിൽ നിന്ന് മാറില്ല എന്ന ഉറച്ച തീരുമാനത്തോടെ വേദയും നന്ദിനി ശ്രീജയും കൂടെ കൈ കോർത്ത് പിടിച്ച് അവിടെ നിൽക്കുക. JCBക്കാരൻ ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും MLA വാസവന്റെ വണ്ടി അങ്ങോട്ട് നിൽക്കുകയാണ്. അതിനകത്തുനിന്ന് MLA ഇറങ്ങി. ഈ നിമിഷം എല്ലാവരും ഒരു നിമിഷം അയാളെ നോക്കുകയാണ്. അപ്പോഴേക്കും വിശ്വത്തോട് വിനായകൻ പറഞ്ഞു, ഇപ്പൊ പൂർത്തിയായി, മിക്കവാറും അയാൾ പ്രതികാരം ചെയ്യാൻ വന്നിരിക്കുന്ന, ഈ വീട് ഇടിച്ചു നിരപ്പാക്കുന്ന കാണാൻ വേണ്ടി വന്നിരിക്കുന്ന. നന്ദിനിയുടെ മുഖത്തൊരു ഭീതി ഉണ്ടായി. പക്ഷെ വേദയ്ക്ക് ഒരു കൂസലും ഇല്ലായിരുന്നു. എന്ത് വന്നാലും താൻ നേരിടും എന്നൊരു ചിന്തയോട് കൂടിയിട്ടാ വേദ നിൽക്കുന്നത് തന്നെ. അപ്പോഴേക്കും MLA വാസവൻ JCBക്കാരൻ്റെ അടുത്തേക്ക് വന്നിട്ട് നിർത്ത്, വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ പറയണം. അത് കേട്ടതും ഒരു നിമിഷം എല്ലാവരും കൂടെ നോക്കി. അപ്പോഴേക്കും അടുത്ത വീട്ടിലെ ആൾക്കാരൊക്കെ വന്നിട്ട് അല്ല, എന്താ MLA സാർ ഇത്? ഈ പാവങ്ങളുടെ വീട്, മാഷിന്റെ വീട് ഇടിച്ചു നിർത്താനായിട്ട് വന്നിരിക്കുക, കണ്ടില്ലേ സാർ, ഇതിനകത്ത് ഇടപെടണം എന്നൊക്കെ പറയാ. പക്ഷേങ്കില് മാഷിനും കുടുംബത്തിനും അല്ലേ അറിയത്തുള്ളൂ ഇതിന്റെ പിന്നില് MLA വാസവനാന്നുള്ള കാര്യം. അപ്പോഴേക്കും ബാങ്കുകാർ വന്നിട്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടി വാസവനോട് പറഞ്ഞു, അയ്യോ സാറിന് എന്താ പറയണേ? ഇതേ ഇത്രയും നാളും അവധി കൊടുത്തു, പക്ഷെ ഇന്ന് വരെ പൈസ തിരിച്ചടച്ചിട്ടില്ല. അതുകൊണ്ട് ഈ വീട് ജപ്തി ചെയ്യാനായിട്ട് വന്ന, പക്ഷേ ജപ്തി ചെയ്യുന്നതോട് കൂടത്തില് ഈ വീട് ഇടിച്ചു നിരപ്പാക്കണം. കാരണം എന്താണെന്നറിയാവോ? ഈ ഭൂമി, ഈ വീടിരിക്കുന്ന ഭൂമി എന്ന് പറഞ്ഞാൽ അത് കൃഷിഭൂമിയാണ്. അതിന്റെ സർവേ നമ്പരും വീടിരിക്കുന്ന ഭൂമിയുടെ സർവേ നമ്പരും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇത് ഇടിച്ചു നിരപ്പാക്കിയാൽ മതിയാവുള്ളൂ. അപ്പോഴേക്കും വാസവൻ പറഞ്ഞു, ഇത് ഇടിച്ചു നിരപ്പാക്കണ്ട എന്ന് പറയണ, തൽക്കാലത്തേക്ക് ജപ്തി വേണ്ട. ഇത് കേട്ടതും മാഷും വേറെ അവരെല്ലാരും അമ്പരന്ന് പോയി. കാരണം ഇന്നലെ വരെ വെല്ലുവിളിച്ച് നടന്നവനാണ് വാസവൻ. പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവാൻ കാരണം എന്താ? വിക്രം ഇതുവരെയായിട്ട് അവിടെ എത്തിയിട്ടുമില്ല. എന്തോ ഏതോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. കാരണം വാസവന് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. വാസവൻ വന്നപ്പോൾ അയാൾ ജീവനോടെ ഉണ്ടെന്ന് വേദയ്ക്കും മാഷിനും ഒക്കെ മനസ്സിലായി. വാസവനെ കൊന്നിട്ടാണെങ്കിലും ജപ്തി ഒഴിവാക്കുമെന്നും പറഞ്ഞ വിക്രം പോയത്. പക്ഷെ വാസവന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. പിന്നീട് MLA എന്നിട്ട് ബാങ്കുകാരോട് പറഞ്ഞു, അതെ ജപ്തി വേണ്ട, ജപ്തി നടപടികൾ ഒഴിവാക്കാനായിട്ട് ആവശ്യപ്പെടുക. അല്ല സാറേ, അത് പിന്നെ ഞാൻ പറയുന്ന അനുസരിച്ചാൽ മതി എന്ന് പറയാ. കാരണം വാസവന്റെ പാർട്ടിക്കാരനാണല്ലോ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്ക് അത് കേൾക്കാതിരിക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, വാസവനാണ് ഇതിന് മുൻകൈയിട്ട് ഇറങ്ങിയത്. അയാൾ തന്നെ ഇങ്ങനെ ഒന്ന് പറയുന്നു കേൾക്കുമ്പോൾ അപ്പോഴേക്കും SI സാബു എന്നിട്ട് പറഞ്ഞു, അല്ല അത് പിന്നെ സാറേ, അതെ വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട, എല്ലാവരും തിരിച്ചു പോകും. പിന്നീട് JCBക്കാരനോട് പറഞ്ഞു തിരിച്ചു പോകാൻ പറയണം. അങ്ങനെ JCB തിരികെ പോയി. പിന്നെ SI സാബു ഒക്കെ നാണം കിട്ടുപോയി. കാരണം ഇടിച്ച് നിരപ്പാക്കി അവിടെ തവിട് പൊടിയാക്കുന്ന കണ്ട് ആസ്വദിക്കാൻ വന്ന SI സാബു. അയാൾക്ക് വൈരാഗ്യം ഉണ്ടല്ലോ വിക്രത്തോട്. പക്ഷേങ്കിൽ വാസവൻ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് അവരൊക്കെ അങ്ങോട്ട് തിരികെ പോവാണ്. ആ സമയം വാസവന് കുറെ ആൾക്കാരൊക്കെ അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു. മാഷിന്റെ വീടും കൂടെ അല്ലേ, എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ് മാഷ്. അങ്ങനെ MLA വാസവന് അവിടെ കൂടിയിരുന്നവരായിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും പിരിഞ്ഞു പോകണം. തൽക്കാലത്തേക്ക് മാഷിന്റെ വീട് ആരും ഇടിച്ച് നിരപ്പാക്കാനൊന്നും പോകുന്നില്ല, ജപ്തി ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പോഴേക്കും എല്ലാവരും വിചാരിച്ചെന്താ, വാസവൻ ഇടപെട്ട് ഈ ജപ്തി അങ്ങോട്ട് ഒഴിവാക്കി എന്നുള്ളതാണ്. ആ സമയത്ത് വേദി എന്നിട്ട് ചോദിച്ചു, അല്ല എന്ത് പറ്റി വാസവൻ സാറേ, പെട്ടെന്ന് ജപ്തി ഒഴിവാക്കാൻ കാരണം എന്താ? ആ സമയത്ത് മാഷി എന്നിട്ട് ചോദിച്ചു, അല്ല ഇപ്പോഴെന്താ സാറിന് ഇങ്ങനെ ഒരു തോന്നൽ എഴുതാൻ കാരണം എന്താന്ന് ചോദിക്കുകയാണ്. വാസവൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. വാസവൻ പെട്ടെന്ന് കയറി ഇങ്ങോട്ടേക്ക് പോവാണ്. എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. കാരണം ജപ്തി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അതിന്റെ പേര് പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് പോയത്. അങ്ങനെയാണെങ്കിൽ ഇതെന്തും മറിമായം. നന്ദിനിക്കോ അവർക്ക് ആർക്കൊന്നും വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. അങ്ങനെ അടുത്തുള്ളവരൊക്കെ അങ്ങോട്ട് പോയി. ആ സമയത്ത് മാഷും കമലയും കൂടെ അകത്തേക്ക് തിരികെ കയറി വരിക. അപ്പോഴാണ് കമലയ്ക്കൊക്കെ ശ്വാസം കിട്ടിയത്. കാരണം ഒരു നിമിഷം കൊണ്ട് എല്ലാം തകർന്നു. അല്ലെങ്കിൽ കിട്ടുന്നൊക്കെ എടുത്ത് പുറത്തിറങ്ങണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് എന്തോ ഒന്നും നടന്നിട്ടുണ്ട്. അപ്പോഴേക്കും വിശ്വം പറഞ്ഞു, മിക്കവാറും ഇതിന്റെ പിന്നിലെ വിക്രമായിരിക്കും, അവനായിരിക്കും എന്തേലും ചെയ്തിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ വരത്തില്ല എന്ന് പറയണം. അപ്പൊ പോകുന്ന വഴിക്ക് വാസവൻ വിക്രത്തെ വിളിക്കുകയാണ്. വിക്രത്തെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, നിന്റെ വീട് ജപ്തി ചെയ്യത്തില്ല, അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതെ ഞാൻ പറഞ്ഞ പോലെ നീ ചെയ്യണം എന്ന് പറയണം. എൻ്റെ മകളെയും ഭാര്യയും വിട്ടു തരണമെന്ന് പറയണം. ഇത് കേട്ടപ്പം വിക്രം പറഞ്ഞു, ഉറപ്പാണോന്ന് ചോദിക്കണം. ഉറപ്പാന്ന് പറയണം. പിന്നീട് വേദയെ വിളിച്ച് വിക്രം കാര്യങ്ങളൊക്കെ തിരക്കി. എല്ലാം കുഴപ്പമൊന്നുമില്ല, ജപ്തി ചെയ്യാൻ വന്നവരൊക്കെ തിരികെ പോയെന്ന് അറിയണം. അതിനുശേഷമാണ് വിക്രം അതുവരെ പിടിച്ചു വെച്ചിരുന്ന വാസവന്റെ മകളെയും ഭാര്യയും വിടുന്നത്.
അപ്പോൾ അതായിരുന്നു അതിൻ്റെ അകത്ത് ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാസവനിട്ട് ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വിക്രം തീരുമാനിച്ചത്. വാസവൻ മുട്ടുകുത്തി വിക്രത്തിന് മുന്നിൽ. വാസവന് സ്വന്തം മകനും മകളും ഭാര്യയും കഴിഞ്ഞിട്ട് വേറൊന്നുമില്ല, അവരുടെ ജീവനല്ലേ വലുത്. വാസവന് മനസ്സിലായി ഇവനോട് കളിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ലെന്ന്. അങ്ങനെ പിന്നെ ആ പ്രശ്നങ്ങൾ അങ്ങോട്ട് അവസാനിക്കുക. അതിനുശേഷം ജപ്തിയൊന്നും ഉണ്ടാവില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു വീട്ടിൽ. പക്ഷേങ്കിലും മാഷിൻ്റെ ഉള്ളിലൊരിതുണ്ട്, അവൻ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ജപ്തി ചെയ്യാതെ വന്ന് പോയത്? ഒരു പക്ഷേ വാസവനെ കത്തുമൊഴി നിർത്തിയിട്ടുണ്ടോ, അതോ ഇനിയിപ്പോൾ വേറെന്തോ സംഭവിച്ചിട്ടുണ്ട്. വിശ്വം പറഞ്ഞു ഇത് വെറുതെ ആയിരിക്കില്ല, എന്തോ ഒന്നും സംഭവിച്ചിട്ടുണ്ട് അച്ഛ. ഇതിൻ്റെ പിന്നെ വിക്രമാണ്, അവനെതിരായിട്ടും എത്തിയിട്ടുമില്ലല്ലോ. എന്തോ ഒരു കാര്യം നടന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് വാസവനെ പേടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. കുറേ സമയം കഴിഞ്ഞപ്പോഴാണ് വിക്രം അങ്ങോട്ടേക്ക് വരുന്നത്. വിക്രം വന്നു കഴിഞ്ഞപ്പോൾ വേദ അങ്ങോട്ട് എന്നിട്ടിച്ചു, അല്ല വിക്രം എന്താ സംഭവിച്ചേ എന്ന് ചോദിക്കുകയാണ്. പക്ഷെ അതിന് മറുപടി ഒന്നും വിക്രം പറഞ്ഞില്ല. ഒന്നും പറയാതെ അകത്തേക്ക് എടുക്കുക കഴിഞ്ഞപ്പോഴത്തേനും കമല ഓടി വന്നു. കമല ഓടി വന്നിട്ട് പറഞ്ഞു, എനിക്ക് പേടിയുണ്ടായിരുന്നു നിന്റെ കാര്യത്തിൽ, ഇനി നീ ആ വാസവനെ എന്തേലും ചെയ്യുമോ എന്ന് ഞാൻ ഭയന്നു. പക്ഷെ അതൊന്നും ഉണ്ടായില്ലല്ലോ, എൻ്റെ മോന് ഈ കുടുംബത്തെ മൊത്തം രക്ഷിച്ചു. ആ സമയത്ത് ശ്രീജ പറഞ്ഞു, ഞങ്ങളെല്ലാവരും ഒരു നിമിഷം ഭയന്നു പോയി വിക്രം, നീയുമില്ലായിരുന്നല്ലോ എന്താ എങ്ങനെയായെന്ന് ഓർത്തിട്ട്. ഇപ്പോൾ ഈ വീട്ടിൽ നിൽക്കാൻ പോലും പറ്റുമെന്ന് ഞങ്ങൾ ചിന്തിച്ചല്ല. പക്ഷേ JCB വന്നപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടെ എന്ത് വന്നാലും കുഴപ്പമില്ലെന്നുള്ള രീതിയിൽ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു. ആ സമയത്താണ് വാസവൻ അങ്ങോട്ടേക്ക് വന്നത്. പിന്നീടുള്ള കാര്യങ്ങളൊക്കെ വിശ്വമാണ് പറയണേ. അപ്പോഴേക്കും കമല പോയിട്ട് പെട്ടെന്ന് കുറച്ച് ഉപ്പുമുളകൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഒഴിയുവാണ് വിക്രത്തെ. ദൃഷ്ടിദോഷം കിട്ടാതിരിക്കട്ടെ എൻ്റെ മോൻ നല്ല പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. കാരണം വിക്രം കാരണമല്ലേ ഇത്രയും വലിയൊരു കാര്യം ഒഴിവായി കിട്ടിയിരിക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്താനും. ഇപ്പം കല്ലുമ്പോ കല്ല് പോലും അവശേഷിക്കാതെ വീടിടിച്ച് നിരപ്പാക്കിയാനും. ആ സമയത്ത് വിക്രം പറഞ്ഞു, ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കാരണവശാലും ഈ വീട് ജപ്തി ചെയ്യത്തില്ല, ഈ വീട് ഇടിച്ചു പൊളിക്കില്ല എന്നാരും. ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ടമ്മേ. ഈ വീട് ഇടിച്ച് നിരപ്പാക്കാനായിട്ട് ഇനി ആരും വരത്തില്ല എന്ന് പറഞ്ഞിട്ട് വിക്രം മുറിയിലേക്ക് അങ്ങോട്ട് പോയി. അപ്പോഴേക്കും കമല മാഷിനോട് പറഞ്ഞു, ഇപ്പം മനസ്സിലായല്ലോ, അവൻ പറഞ്ഞല്ലേ, എന്നിട്ട് പോലും മാഷിന് അവനെ വിശ്വാസം ഇല്ലായിരുന്നല്ലോ. അപ്പോഴേക്കും മാഷ് പറഞ്ഞു, ചിലപ്പോൾ അവൻ വല്ല ഗുഡായസം കാണിച്ചു കാണും, അതുകൊണ്ടായിരിക്കും. ഇനി ഇതിൻ്റെ പേരിൽ എന്തൊക്കെ കേസാ വരുന്നത്, എന്തൊക്കെ പൊല്ലപ്പാന്ന് ആർക്കറിയാം. അപ്പോഴേക്കും കമല പറഞ്ഞു, മാഷൊന്നും മിണ്ടാതിരിക്കാവോ, ഇനിയെങ്കിലും അവനൊരു സ്വസ്ഥത സമാധാനം കൊടുക്ക്, പാവം എൻ്റെ മോന്. രാത്രിയിലൊന്നും ഒരുപോലെ കണ്ണുറങ്ങിയിട്ടില്ലെന്ന് തോന്നേ, അവൻ്റെ മുഖം കണ്ടറിയാം അവൻ ക്ഷീണിച്ച് അവശനായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെങ്കിലും ഈ വലിയ പ്രതിസന്ധി ഒഴിവായല്ലോ. വിനായകൻ പറഞ്ഞു, അതൊക്കെ ശരിയാ, ഇനിയിപ്പം വിക്രത്തെ പിടിച്ചോണ്ട് പോകാൻ വല്ല പോലീസുകാരും ഇങ്ങോട്ടേക്ക് വരുമോ? അപ്പോഴേക്കും ശ്രീജ പറഞ്ഞു, ഒന്നും മിണ്ടാതിരിക്കേണ്ട വിനായക, ഇത്ര സമയം എല്ലാവർക്കും ടെൻഷൻ അല്ലായിരുന്നോ, ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട്. ഇനിയിപ്പോൾ ആർക്കും ഇറങ്ങുമൊന്നും വേണ്ടല്ലോ, ജപ്തി ഒഴിവായല്ലോ, അങ്ങനെ കണക്കാക്കാൻ നോക്ക് എന്ന് പറയാണ്. പക്ഷെ വേദയ്ക്ക് തോന്നി എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വാസവനെ പോയി വിക്രം കണ്ടാലും ഇതെങ്ങനെ ആകത്തില്ല. വിക്രം പറഞ്ഞെന്താന്ന് വെച്ചാൽ, ഞാൻ വാസവനെ പോയി കണ്ട് കാര്യങ്ങൾ സംസാരിച്ചെന്നാ. പക്ഷെ അതൊന്നുമല്ല, ഇതിൻ്റെ പേര് വേറെന്തോ ഒരു രഹസ്യമുണ്ട്. കാരണം വേദയ്ക്ക് അതും കൂടെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിക്രത്തെ വേദയ്ക്ക് നന്നായിട്ട് അറിയാലോ. പിന്നീട് വേദ മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പം വിക്രം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. വേദ എന്നിട്ട് ചോദിച്ചു, സത്യം പറ വിക്രം, എന്താ സംഭവിച്ചേ? വാസവനെ നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിച്ചതെന്ന് ചോദിക്കുക. ഞാൻ വാസവനോട് എന്ന് സംസാരിച്ചു, അതൊന്നുമല്ല, എനിക്കറിയാവുന്ന കാര്യമാണല്ലോ. ഞാൻ ഇന്നൊന്നല്ല എന്നല്ലല്ലോ വിക്രത്തെ കാണുന്നത്. സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ എന്നോട് പറ, എനിക്കത് അറിയണമെന്ന് പറയണം. അപ്പോഴാണ് ആ വിക്രം ഡീറ്റെയിൽഡ് ആയിട്ട് ആ കാര്യങ്ങളൊക്കെ വേദയോട് പറയണേ. വേദയോട് മറച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. കാരണം കേക്ക് കട്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്ന സമയത്താണ് MLAയുടെ വീട്ടിൽ കറണ്ട് കട്ടായത്. ആ സമയത്ത് അവിടുന്ന് വാസവൻ നേരെ കൂളൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോവുകയും ചെയ്തു. മോളും അമ്മയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. രേണുകയും മോളും ഇനിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ സമയത്ത് അവിടെ വിക്രമും രാജേട്ടനും ഉണ്ടായിരുന്നു. പക്ഷെ അത് അവർ കണ്ടുമില്ല. കറണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും വാസവും പോയ ഉടനെ വിക്രവും രാജേട്ടനും അവരുടെ മുന്നിലേക്ക് വന്നു. അവർ പേടിച്ച് പറിച്ചു പോയി. അവരൊരിക്കലും പ്രതീക്ഷ കാര്യമായിരുന്നില്ല. പിന്നീട് വാസവൻ ഭാര്യയും മകളെയും വിളിച്ചിട്ട് കിട്ടാതായി കഴിഞ്ഞപ്പോഴത്തേനും ആകെപ്പാടെ പേടിച്ചു പോയി. പിന്നീട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായി പോയി. അവർക്ക് എന്ത് സംഭവിച്ചെന്ന് പോലും അറിയത്തില്ല. അവരെക്കുറിച്ചൊരു വിവരമില്ലാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് വിക്രത്തിൻ്റെ കോള് വരുന്നത്. അങ്ങനെ അപ്പോഴേക്കും നേരം വെളുത്തിട്ടുണ്ടായിരുന്നു. വിക്രം വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നത്, എൻ്റെ വീടിനെ ജപ്തി നടപടിയൊന്നും ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ നിന്റെ ഭാര്യയും മകളെ നീ ജീവനോടെ കാണാൻ പോകുന്നില്ല. അത് മാത്രമല്ല, നിന്റെ മോൻ്റെ ജീവിതവും നഷ്ടപ്പെടും. എന്ത് വേണമെന്ന് നീ തീരുമാനിച്ചോ എന്നൊക്കെ പറഞ്ഞ് വിക്രത്തിൻ്റെ കോള് വരിക. വാസുവിന് മനസ്സിലായ താൻ പെട്ടെന്നുള്ള കാര്യം. പക്ഷേ എങ്കിൽ ആ മോളെയും ഭാര്യയും വിക്രമോ അല്ലെങ്കിൽ രാജേണ്ണ അവരൊന്നും ചെയ്തൊന്നുമില്ല. അങ്ങനെ പേടിപ്പിക്കുകയും കാര്യങ്ങളൊന്നും ചെയ്തില്ല. കറണ്ടൊക്കെ അവർ കട്ടാക്കിയതാന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ജപ്തി നടപടിയിൽ നിന്ന് ഒഴിവായി കഴിഞ്ഞപ്പോഴത്തേനുമാണ് വിക്രം അവരെ റിലീസ് ചെയ്യുന്നത്. അതാണ് ശരിക്കും സംഭവിച്ചത്. പിന്നീട് വേദ പറഞ്ഞ്, എന്താളും കഷ്ടമായപ്പോൾ കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്തല്ലേ വിക്രം ചെയ്ത് എന്താളും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സ്ത്രീകളുടെ നേരെ ഇങ്ങനെ
അപ്പോഴേക്കും വിക്രം പറഞ്ഞു, ഞാൻ അതിക്രമമൊന്നും കാണിച്ചില്ല, എന്നാലും ആ കൊച്ചിന് നല്ലൊരു പിറന്നാളായിരുന്നല്ലോ, ആശിച്ച് മോഹിച്ചല്ലേ അത് പിറന്നാൾ ആഘോഷിക്കാനായിട്ടിരുന്നേ, ആ സമയത്ത് ഇത് വേണമായിരുന്നോ? എനിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, വിക്രം പോയി ഒരു സോറി പറയണം ആ കൊച്ചിനോട്, പറ്റുമെങ്കിലോ ഒരു പീസ് കേക്കും കൊടുക്കണമെന്ന് പറയാം. ഇത് കേട്ടോ വിക്രം സോറി പറയാനാ? അതെ, നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് അംഗീകരിക്കണം. ആ പെങ്കൊച്ച് വാസവൻ ചെയ്ത തെറ്റിന് ആ പെങ്കൊച്ചും അതിൻ്റെ അമ്മ എന്ത് തെറ്റ് ചെയ്തു? അവർ തെറ്റും ചെയ്തിട്ടല്ലോ ഈ പറയുന്ന വരുണും ഒക്കെയല്ലേ തെറ്റ് ചെയ്തിരിക്കുന്നത്. തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കൊടുത്താൽ കുഴപ്പമില്ല, പക്ഷെ ഇതങ്ങനെയല്ല. ഒരു തെറ്റും ചെയ്യാത്ത ആ പാവങ്ങളെ ദ്രോഹിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? പക്ഷെ വിക്രം നോക്കിയപ്പം വിക്രത്തിന് വേറൊരു നിവൃത്തിയില്ലായിരുന്നു. പിന്നീട് വേദ പറഞ്ഞു ഇതിന് പരിഹാരം ചെയ്യണമെന്ന് പറയണം. അങ്ങനെ ഒടുവിൽ വേദയും വിക്രവും കൂടെ പുറത്തേക്ക് പോവുക. ഒരു കേക്കൊക്കെ വാങ്ങിച്ചോണ്ടാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അവിടെ MLA ഇല്ലായിരുന്നു ആ സമയത്ത്, രേണുക ഭാര്യ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവരങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് മനസ്സിലായി. പിന്നീട് വിക്രം സോറി പറയുന്നുണ്ട്. അതെ, ഇന്നലെ അങ്ങനെയൊക്കെ സംഭവിച്ചു, അതിൻ്റെ പേര് ആദ്യമേ തന്നെ ഒരു സോറി പറയാം, അങ്ങനെയൊക്കെ ചെയ്യേണ്ടതായിട്ട് വന്നു എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ ചുരുക്കി പറയുന്നുണ്ട്. ദേഷ്യവും തോന്നരുത്. പിന്നീട് വേദ പറഞ്ഞു, അത് ഞങ്ങളൊരു കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, ഈ കേക്ക് കട്ട് ചെയ്യണം എന്ന് പറയണം. അങ്ങനെ വിനി കേക്ക് കട്ട് ചെയ്തു. അവർക്ക് ദേഷ്യമൊന്നുമില്ല, അല്ലെങ്കിലും രേണുക പാവമാണ്, അവർ നല്ലൊരു സ്ത്രീയായിരുന്നു, വാസുവിൻ്റെ ഭാര്യയും അതുപോലെ തന്നെ മോളും അങ്ങനെ തന്നെയായിരുന്നു. പിന്നീട് കേക്ക് കട്ട് ചെയ്ത് വിക്രത്തിനും വേദയ്ക്കും കൊടുക്കുന്നുണ്ട്. അവരങ്ങനെ ആ പ്രശ്നം അങ്ങനെ അവിടെ കോംപ്രമൈസ് ചെയ്ത് തിരികെ പോരുവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ. ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്ക് പ്രൊമോയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.